ആത്മമിത്രം ആത്മമിത്രം യേശുയൻ ആത്മമിത്രം 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 യേശുയൻ ആത്മമിത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രാത്രി നമുക്ക് സുഖമായ നിദ്ര കർത്താവ് നൽകി പ്രഭാതത്തിൽ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഉണർന്നെഴുന്നേറ്റ് ദൈവസന്നിധിയിലേക്ക് വരുവാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സംരക്ഷണവും നൽകിയ ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. തിരുവെഴുത്തിലെ പ്രാർത്ഥനകളെക്കുറിച്ചാണല്ലോ നാം ചിന്തിച്ച് വരുന്നത്. ഇപ്പോൾ നാം ആവർത്തന പുസ്തകത്തിലെ പ്രാർത്ഥനകളെക്കുറിച്ചാണ് ചിന്തിച്ച് വരുന്നത്. ഇവിടെ നാം ഇന്ന് വായിക്കുവാൻ പോകുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ പോകുന്ന വാക്യം ആവർത്തന പുസ്തകം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യമാണ്. നമുക്ക് ആ വാക്യത്തിലേക്കൊന്ന് കടന്നു പോകാം. അവിടെ നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ച് അപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം പ്രാർത്ഥനയെക്കുറിച്ചാണ് ചിന്തിച്ച് വരുന്നത്. ഈ വാക്യം നാം ഇന്ന് വായിച്ച വാക്യം ആവർത്തന പുസ്തകത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം ഒരു പ്രാർത്ഥനയല്ല, എങ്കിലും പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്ന അതിപ്രധാനമായ ഒരു വാക്യം തന്നെയാണ്. നമുക്കവിടെ കാണുവാൻ കഴിയുന്ന പ്രധാനമായ ഒരു കാര്യം, വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്കടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ എന്നുള്ളതാണ്. വിളിച്ചപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുക എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. നാം പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ പ്രാർത്ഥിക്കുമ്പോൾ ഇത്ര അടുത്തിരിക്കുന്ന ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല എന്ന് മോശ ഇവിടെ പറയുകയാണ്. ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം കൂടി നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഈ വാക്യത്തെ പൂർണ്ണമായും മനസ്സിലാക്കുന്നതിന് അത് സഹായകമാകും. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്നു. എന്നാൽ ആ പുറപ്പെട്ടു വന്നവരിൽ നല്ലൊരു ശതമാനം മനുഷ്യർ മരുഭൂമിയിൽ വെച്ച് തന്നെ പട്ടുപോയി. നമുക്ക് പൂർണ്ണമായ ഒരു വിവരം നൽകുന്നത് പഴയത്തിൽ തന്നെ ഉണ്ട്. അവിടെ കനാൻ നാട്ടിൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് വരികയും അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടവരിൽ യോശുവയും കാലേബും ഒഴികെ സകലരും മരുഭൂമിയിൽ പട്ടുപോകുവാൻ ഇടയായിത്തീർന്നു. ഇവിടെ ആവർത്തന പുസ്തകത്തിൽ ദൈവം തനിക്ക് മുമ്പ് നൽകിയ, പ്രത്യേകിച്ച് പുറപ്പാട് പുസ്തകത്തിലും ലേവ്യ പുസ്തകത്തിലും പറയപ്പെടുന്ന കാര്യങ്ങളുടെ ഒരു വിശദീകരണമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പുനർകരണമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. കാരണം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ജനങ്ങളിൽ ഏകദേശം മുഴുവൻ പേരും, ഞാൻ ഓർപ്പിച്ചതുപോലെ 2 പേരൊഴികെ ബാക്കി എല്ലാവരും പട്ടുപോയി. ആ പട്ടുപോയവർക്ക് പകരമായി മരുഭൂമിയിൽ വെച്ച് ജനിച്ച് വളർത്തപ്പെട്ട ഒരു പുതിയ തലമുറ കനാൻ നാട്ടിലേക്ക് കടക്കുവാനായിട്ട് പോകുന്നു. ഈ സമയത്ത് നേരത്തെ ഇതിനു മുമ്പ് യഹോവയായ ദൈവത്തിന്റെ ശ്രേഷ്ഠതയും മഹത്വവും എന്താണെന്ന് അറിയാത്ത പുതുതലമുറയോട് മോശ പറയുന്ന കാര്യമാണ്, ദൈവത്തെക്കുറിച്ച് പറയുന്ന കാര്യമാണ് നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞത്. വിളിച്ചപേക്ഷിക്കുമ്പോൾ അടുത്തിരിക്കുന്ന ദൈവം ഇസ്രയേലിന്റെ ദൈവമായ യഹോവ മാത്രമാണ്. ഇതിൽ പ്രധാനമായൊരു വാക്കൂടെ ചേരുന്നുണ്ട്, ഒരു പ്രിഫിക്സായിട്ട് വിശേഷണമായി വരുന്ന പദം. വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അടുത്തിരിക്കുന്ന ദൈവം, ദൈവത്തിന്റെ സ്വഭാവ വൈശിഷ്ട്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവത്വത്തിന്റെ അടിസ്ഥാന ഗുണങ്ങളായ സർവശക്തി, സർവജ്ഞാനം, സർവ്വവ്യാപകത്വം, ഇതൊക്കെ ദൈവത്തിന് മാത്രം കഴിയും, അല്ലെങ്കിൽ ദൈവത്തിന് മാത്രമുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഇവിടെ ഓർപ്പിക്കുന്നത് പോലെ ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ മാത്രമല്ല നമ്മോടുള്ള ബന്ധത്തിലും വളരെ സുപരിചിതമായ ഒരു കാര്യമാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. വിളിച്ചപേക്ഷിക്കുമ്പോൾ അടുത്തിരിക്കുന്ന ദൈവം, അർത്ഥാൽ പ്രാർത്ഥിക്കുമ്പോൾ അടുത്തിരിക്കുന്ന ദൈവം, നമ്മുടെ പ്രാർത്ഥന എന്തെന്ന് കേൾക്കേണ്ടതിന് വേണ്ടി അടുത്തിരിക്കുന്ന ഒരു ദൈവമാണ് എന്നിവിടെ ഓർപ്പിക്കും. എത്ര ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് മോശ ഇവിടെ ഓർപ്പിക്കുന്നത്. കഴിഞ്ഞ നാളുകളിൽ നമുക്കും ഇത് തന്നെയല്ലേ പറയാനുള്ളത്? വിളിച്ചപേക്ഷിക്കുമ്പോൾ അടുത്തിരിക്കുന്ന ദൈവം, പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്കായി ചെവി ചായ്ച്ചിരിക്കുന്ന ദൈവം. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത് ഒരു പ്രാർത്ഥനയല്ല ഇവിടെ പറയുന്നത്, എങ്കിലും ഇസ്രായേൽ മക്കളിലെ പുതുതലമുറയെ ദൈവത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ അതിൽ പ്രധാനമായ ഒരു കാര്യം ഓർപ്പിക്കുന്നത് വിളിച്ചപേക്ഷിക്കുമ്പോൾ അടുത്തിരിക്കുന്ന ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നതിന് അടുത്തിരിക്കുന്ന ദൈവം നിങ്ങളെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. ഈ ലഘു ചിന്തയാൽ വരും ദിവസങ്ങളിൽ നമുക്ക് ആവർത്തന പുസ്തകത്തിലെ മറ്റു പ്രാർത്ഥനകളിൽ കടന്നു പോകാം. ഇത് ഒരു പ്രാർത്ഥനയല്ല എന്ന് നാം ചിന്തിച്ചത്, എങ്കിലും പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഭാഗം ഇന്ന് ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മാത്രമല്ല, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹവും നന്മയും സന്തോഷവും നൽകുന്ന ഒരു ദിവസമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ നിർത്തുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.